ഇനി കെ.സി. വേണുഗോപാൽ എന്ന വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുമോ? അദ്ദേഹം MP സ്ഥാനം രാജിവെച്ച് ഒരു MLA തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ അദ്ദേഹം MLA ആയി ജയിക്കുമോ? അദ്ദേഹം രാജിവെക്കുമ്പോൾ ഉണ്ടാകുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചു കയറുമോ എന്നിങ്ങനെ ചോദ്യങ്ങളുണ്ട്. ഇതിനോടൊപ്പം തന്നെ AICIയുടെ ഏറ്റവും വിശ്വസ്തൻ, രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വളരെ ഉത്തരവാദിത്തമുള്ള പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി, ഇദ്ദേഹം ചുമ്മാ തങ്ങ് അതെല്ലാം വേണ്ട എന്ന് വെച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുമോ? ഇവിടെയാണ് ശരിക്കുള്ള കളി നടക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ബാർഗെയിനിങ്ങിനാണ് കെ.സി. വേണുഗോപാൽ ശ്രമിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രി ആകാനും ശ്രമിക്കുന്നില്ല, കേരളത്തിന്റെ തലപ്പത്ത് വരാനും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിയന്ത്രണം അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കണം. ആ ഒരൊറ്റ ആഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി പദത്തിനായി അദ്ദേഹം ഇത്രയേറെ ചരടുവലികൾ നടക്കുന്നത്. കെ.സി. വേണുഗോപാൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഒരു മുഖ്യമന്ത്രി പദത്തിനുള്ള തർക്കം പോലും വന്നത്. അല്ലെങ്കിൽ VD സതീശൻ എന്നുള്ള ഒറ്റ പേരിൽ ഇത് ഒതുങ്ങുമായിരുന്നു. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. കെ.സി. വേണുഗോപാൽ ആഭ്യന്തരവും ധനകാര്യവും KPC പ്രസിഡന്റും പോലെയുള്ള മുഖ്യ പോസ്റ്റുകൾ ചോദിച്ചു വാങ്ങിയെടുത്ത് മുഖ്യമന്ത്രി പദമങ്ങ് ഒഴിയും. ചുരുക്കി പറഞ്ഞാൽ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന് വെക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇവിടെ രമേശ് ചെന്നിത്തലയ്ക്ക് ആ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയും. കാരണം ഇവിടെ കെ.സി. വേണുഗോപാലും VD സതീശനും തമ്മിൽ ഒരു പോര് നടക്കുന്നതായാണ് നിലവിലെ കേരള ചിത്രം. ഇതിന്റെ പ്രത്യാഘാതമായിട്ടാണ് VD സതീശൻ തന്നെ ഒരു Facebook പോസ്റ്റ് ഇടാൻ സാഹചര്യം ഉണ്ടായത്. കാരണം VDക്ക് മനസ്സിലായി തന്നെ വളർത്താനല്ല കൊല്ലാനാണ് ഈ പ്രചരണങ്ങളെല്ലാം നടക്കുന്നതെന്ന്. ഇതോടുകൂടി കെ.സി. വേണുഗോപാലിന്റെ പിന്തുണയോടുകൂടി രമേശ് ചെന്നിത്തല കേരള മുഖ്യമന്ത്രിയാകുമെന്നതാണ് നിലവിൽ വരാൻ പോകുന്ന ഫോർമുല.